രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു ചെറുക്കം വന്നു വീണ് കാലിന് പൊട്ടലും എല്ലാം ആയി. ഏനാത്ത് പട്ടാഴി പത്തനാപുരം റോഡിൽ ഏകദേശം 4-5ഓളം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നത്. 2 ദിവസം മുമ്പാണ് നമ്മൾ ഈ ഏനാത്ത് പത്തനാപുരം റോഡിൻ്റെ ശോചനീയാവസ്ഥ വാർത്ത ചെയ്തിരുന്നത്. ആ വാർത്തയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ആ വാർത്തയിൽ പറയുന്ന സ്ഥലങ്ങളാണിത്. ഏനാത്ത് പത്തനാപുരം റോഡിൽ ഇത് ഏകദേശം ഒരു 6-7 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായി കിടക്കുകയായിരുന്നു. നിരന്തരം അപകടങ്ങളായിരുന്നു. അതിനെ തുടർന്നാണ് നമ്മളെത്തി വാർത്ത ചെയ്തത്. ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം KRFB നേരിട്ട് നടപടി എടുത്തിരിക്കുകയാണ്. KRFB ഇവിടെ കൊണ്ടുവന്നിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മണ്ണിറക്കിയിട്ടുണ്ട്. കുഴികൾ പ്രധാനമായിട്ടും നികത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ നമ്മൾ ഈ അധികൃതരോട് അന്വേഷിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിലിപ്പോൾ ടാറ് ചെയ്യാനുള്ള നടപടിയിലേക്ക് എത്തിയിട്ടില്ല. അതിനുള്ള ടെൻഡർ ക്ഷണിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇവരിപ്പം വീണ്ടും ഒരു താൽക്കാലികമായിട്ടുള്ള പരിഹാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് മതിയോ? പക്ഷേ ഇത് മതിയാവാൻ സാധ്യതയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് പിന്നെയും പൊടിയും ചള്ളയും ആൾക്കാർ പോകുമ്പോൾ തെന്നി വീഴുകയോ നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാവും. ഒന്നീ ടാറിടുകയോ അല്ലേ വേറെ വല്ലതും ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. വണ്ടികൾ പോകുമ്പോഴും ഭയങ്കര പൊടിയാണ്. ഇത് ഉണങ്ങുമ്പോഴത്തേന് പിന്നെയും പൊടി പറന്ന് ഇങ്ങോട്ട് കയറത്തേ ഉള്ളൂ. താൽക്കാലിക പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ. ഇതിപ്പോൾ ഇട്ട് ഈ കുഴികൾ അടയ്ക്കാം എന്നുള്ളതല്ലാണ്ട് മറ്റൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല ലഭിക്കുന്നത്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ചെളിയാവും. ചെളിയിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ വണ്ടിയുടെ അടി ഇടിക്കത്തില്ല, അല്ലെങ്കിൽ വണ്ടി പറഞ്ഞു വീഴത്തില്ല എന്നുള്ള ഒരു താൽക്കാലികതേ ഉള്ളൂ. പക്ഷേ ഈ പൊടിയാണ് മെയിനായിട്ട്. ഈ പൊടി ഇങ്ങനെ അടിച്ചിട്ട് ഇല്ലാത്ത അസുഖങ്ങളും മനുഷ്യന് കണ്ണിയുറിച്ചിൽ, ശ്വാസം മുട്ടലുള്ളവർക്ക് പറയണ്ട, അവർ കൂടുതൽ ശ്വാസം മുട്ടുകയാണ്. ഇൻഹീലർ ഉപയോഗിക്കുന്നവരാണ് ഈ 2 സൈഡിലും താമസിക്കുന്നവർ കൂടുതലും. മഴ പെയ്യുമ്പോൾ അങ്ങ് ചള്ളയാവും, ചള്ള വീണ്ടും പൊടിയാവും. പനി ബാധിച്ച് ഞങ്ങളെല്ലാം ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ന്യൂമോണിയ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് ഉള്ളിലാണ് പൊടി, മെയിനായിട്ട് പൊടിയാണ്. പൊടി എന്ന് പറയുന്നത് നിസ്സാര പൊടിയല്ല. ഏനാത്ത് പത്തനാപുരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റോഡിലാണ് ഇത്തരത്തിൽ 6-7 സ്ഥലങ്ങളിൽ ഈ നിറയെ കുഴിയും കാര്യങ്ങളുമായിട്ട് കിടന്നിരുന്നത്. അതിനെ തുടർന്ന് നാട്ടുകാരൊക്കെ ഒരുമിച്ച് മുന്നിട്ടിറങ്ങി കുഴി നികത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും ഇപ്പോൾ KRFB നടപടി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ടാറിങ്ങിലേക്കും ഇത് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.